ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബജ്ജികളാണ് കേട്ടോ. 3 തരം ബജ്ജികളാണ്. അതിലാദ്യം ഉണ്ടാക്കുന്നത് മുട്ട ബജ്ജിയാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 5 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ബജ്ജിക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുട്ടയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓണാക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ല പോലെ തിളച്ച് വരട്ടെ. അപ്പോൾ മുട്ട തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൂടി വെച്ച് 10 മിനിറ്റ് ഇതിങ്ങനെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്ന് ബജ്ജിയിലേക്കും ഒരേ മാവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തന്നെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാൻ നോക്കാം. മൂന്ന് തരം ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പൊടികൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തരമാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല നൈസ് പൊടിയാണ്, പത്തിരിപ്പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിക്ക് എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ നല്ലപോലെ വീർത്ത് വരാനും കാണാൻ നല്ല ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഈ മുട്ട 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇതിൻ്റെ ഓഫ് ചെയ്തിട്ട് മുട്ടയുടെ തൊലി പൊളിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇനി ഈ പൊടികൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ബജ്ജി ഉണ്ടാക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മാവ് നല്ല പോലെ മിക്സ് ചെയ്ത് ഇതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 കപ്പും പിന്നെ 1/4 കപ്പ് വേറെ, അങ്ങനെ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, മാവ് നല്ല പോലെ ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്യണം, എന്നാലാണ് ആ മാവ് നല്ല പോലെ പെർഫെക്റ്റ് ആയി വരുള്ളൂ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല, നമ്മൾ എന്നെ കലക്കി വെച്ചതിൻ്റെ പിന്നെ ഇടയ്ക്ക് തന്നെ ഉണ്ടാക്കി തന്നെയാണ് കേട്ടോ. നമുക്ക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് നോക്കാം. മുട്ട അതേ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പകുതിയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് നമ്മൾ മുട്ടേനെ ഇതുപോലെ പകുതിയായിട്ട് മുറിച്ചിട്ട് മാവിലിട്ടിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ എല്ലാ മുട്ടയും മുറിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ മുട്ടയെല്ലാം നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബജ്ജി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട കഷ്ണം മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത കഷ്ണം മുട്ട ഇട്ട് കൊടുത്തിട്ട് മാവിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ മുട്ട ബജ്ജിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ എല്ലാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതായി വരട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ കുടിക്കില്ല. ഈ മുട്ട ബജ്ജി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ.
ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ബജിക്കുള്ളത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്, അത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇതേപോലെ വീതിയുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പരമാവധി നൈസായിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്കിത് ബജ്ജിയാക്കാനായിട്ട് നോക്കാം കേട്ടോ. മാവിൽ മുക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഉരുളൻകിഴങ്ങും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ഇതേപോലെ മാവിലേക്ക് ഇട്ടതിന് ശേഷം 2 സൈഡും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ മാവ് കണ്ട ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ വേണം ചെയ്യാം കേട്ടോ. ഈ മാവിലിടുന്നതും അതുപോലെ തന്നെ ആ കറക്റ്റ് ആ മാവ് അതിലേക്ക് കണ്ടോ ഇങ്ങനെ ആക്കി പിടിപ്പിക്കുന്നതും അതിനുശേഷം വെളിച്ചെണ്ണയിൽ ഇടുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ രണ്ടും കൂടിയിട്ട് വീഡിയോ പിടിക്കലും ഇതാകുമ്പോൾ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോകും. അപ്പോൾ അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇതിലിട്ടതിന് ശേഷം 2 സൈഡ് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വേണ്ട മാവ് ഉരുളൻകിഴങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഒരു 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ മറിച്ചിടാൻ നോക്കുക കേട്ടോ. എന്നിട്ട് വേണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായി വന്നോളും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ് കൂടി നായി കഴിഞ്ഞ് നമുക്കിത് എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ നിന്ന്. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സവാള ബജ്ജി ഉണ്ടാക്കാനായിട്ട് നോക്കാം. സവാള ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കണ്ടോ ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല പോലെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതും ഈ സെയിം മാവിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും മാവ് ആവുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ മാവ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ അടുത്ത സവാള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് പിടിച്ചിട്ടുണ്ട്. വീണ്ടും വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കണു. 2 സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ മാവ് ഒന്ന് പിടിക്കും. ഈ ഒരു തിക്നെസ് വേണം കേട്ടോ മാവ് നമ്മൾ കലക്കി എടുക്കുമ്പോൾ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു സൈഡ് ആകുമ്പോൾ അടുത്ത സൈഡ് ആവാൻ വേണ്ടിയിട്ട് മറിച്ചിടുക. 2 സൈഡ് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബജ്ജികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരൊറ്റ മാവിലാണ് നമ്മൾ ഈ 3 തരം ബജ്ജികൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ബജ്ജിയാണ്. ഈ ബജ്ജിക്കൊപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാനായിട്ട് എടുക്കുന്ന ചമ്മന്തി സവാള ചമ്മന്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ കോൽപ്പുളിയിൽ ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, അല്ലാതെ തന്നെ നല്ല പോലെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടില്ലേ ചമ്മന്തി നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സവാള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സവാള ചമ്മന്തിയും കൂട്ടി ബജ്ജി കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് പറയുമ്പോഴേ വായിലെ വെള്ളം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ തീരെ ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. നല്ല ടേസ്റ്റാണ് മല്ലിയില ശരിക്കും ഈ ചമ്മന്തിയിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബജ്ജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ബജ്ജിയും ചമ്മന്തിയും. അതിൻ്റെ ഒപ്പം ഒരു ചൂട് ചായയും കൂടി ആയ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.